കോഴിക്കോട് മുക്കത്ത് പീഡന ശ്രമത്തിനിടെ യുവതി കെട്ടിടത്തിൽ നിന്ന് ചാടി പരിക്കേറ്റ സംഭവത്തിൽ ഹോട്ടൽ ഉടമയുടെയും ജീവനക്കാരുടെയും കസ്റ്റഡി അപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. താമരശ്ശേരി കോടതിയാണ് കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുക. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, പോലീസിന് നിരവധി കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഇയാൾ നിരന്തരമായി പെൺകുട്ടിയെ ശല്യം ചെയ്തതിന്റെ തെളിവുകൾ ഈ പെൺകുട്ടിയുടെ പക്കലുണ്ട്, അവരുടെ ഫോണിൽ ഉൾപ്പെടെയുണ്ട്. ആ സാഹചര്യത്തിൽ പോലീസ് എന്താണ് കോടതിക്ക് മുന്നിൽ ഉന്നയിക്കുന്ന ആവശ്യം? കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി 3 പ്രതികളും റിമാൻഡിൽ കഴിയുകയാണ്. ആദ്യം ഈ ദേവദാസ് എന്ന ഹോട്ടൽ ഉടമയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയുമായിരുന്നു. ഇതിന് പിന്നാലെ തൊട്ടടുത്ത ദിവസമാണ് 2 ജീവനക്കാർ സുരേഷ്, റിയാസ് എന്നിവർ താമരശ്ശേരി കോടതിയിൽ കീഴടങ്ങുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്ത് ഇതിനുശേഷം പിന്നീട് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയെങ്കിലും ഇന്നാണ് കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്നത്. പോലീസിന്റെ കസ്റ്റഡിയിൽ 3 പ്രതികളെയും കിട്ടുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് പോലീസിനുള്ളത്. പ്രധാനമായും എന്തിനാണ് ഈ അർദ്ധരാത്രിയിൽ ഈ യുവതിയുടെ വീട്ടിലേക്ക് ദേവദാസ് ജീവനക്കാരെയും കൂട്ടി പോയത് എന്നതിനെ കുറിച്ചാണ് പോലീസിന് വ്യക്തത ലഭിക്കേണ്ടത്. ദേവദാസിനോട് ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ നടത്തിയെങ്കിലും വ്യക്തമായ ഒരു ഉത്തരം അയാളുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. അയാൾ മറ്റു ചില കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജീവനക്കാരുടെ ഭാഗത്തുനിന്നും ഉള്ള മൊഴി എന്ത് കാര്യത്തിന് പോയി എന്നത് ഈ കേസിൽ ഏറ്റവും നിർണായകമാണ്. മാസ്കിംഗ് ടേപ്പ് അടക്കം ഉള്ള സാമഗ്രികളുമായാണ് ആ വീട്ടിലേക്ക് പോയതെന്നാണ് യുവതി നേരത്തെ നൽകിയത്. കൈകാലുകൾ കെട്ടുന്നതിനും മുഖം മറയ്ക്കുന്നതിനുമൊക്കെയാണ് ഇത്തരം മാസ്കിംഗ് ടേപ്പുകൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് മനഃപൂർവ്വം കരുതിക്കൂട്ടി അപായപ്പെടുത്താനുള്ള നീക്കമായിരുന്നു പ്രതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്നടക്കമുള്ള സംശയം ഈ യുവതിയുടെ കുടുംബം നേരത്തെ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. വളരെ മോശമായ രീതിയിലുള്ള സന്ദേശങ്ങൾ അയക്കുകയും നേരിട്ട് കാണുമ്പോൾ പോലും മോശമായി പെരുമാറുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് പ്രതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അതുകൊണ്ട് പ്രതിയിൽ നിന്നുള്ള ഭീഷണി പ്രതിയുടെ ഭാര്യയെ അറിയിക്കും, ദേവദാസിന്റെ ഭാര്യയെ അറിയിക്കുമെന്ന് ഈ യുവതി പറയുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് അത്തരമൊരു ഭീഷണി ഒഴിവാക്കുന്നതിനായി കുട്ടിയെ അപായപ്പെടുത്താനുള്ള നീക്കം തന്നെയാണോ പ്രതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്നത് അന്വേഷിക്കണമെന്ന് കുടുംബം ആവശ്യപ്പെടുകയും ചെയ്തു. എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങൾ പ്രതികളോട് പോലീസ് ചോദിച്ചറിയണം. 3 പേരെയും വെവ്വേറെ ചോദ്യം ചെയ്യുകയും പിന്നീട് ഒന്നിച്ച് ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളും വേണം. നേരത്തെ പ്രതി ചോദ്യം ചെയ്യലിൽ നൽകിയ മൊഴിയും ഈ ഡ്രൈവർ ഈ ജീവനക്കാർ നൽകുന്ന മൊഴിയും തമ്മിൽ പരസ്പരവിരുദ്ധമായ കാര്യങ്ങളുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ട്. ഒപ്പം 3 പ്രതികളുമായി ഈ സംഭവ സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം ഈ 1ാം പ്രതി ദേവദാസ് കസ്റ്റഡിയിലായ ശേഷം അന്ന് തന്നെ പോലീസ് ഈ താമസ സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തിയിരുന്നു. അതുകൊണ്ട് മറ്റു പ്രതികളെ കൂടി ഇവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ ഇന്നത്തെ കോടതിയിലെ കസ്റ്റഡി അപേക്ഷ അനുസൃതമായിരിക്കും. കസ്റ്റഡി പോലീസിന് ലഭിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ശ്രീജ. ശരി, അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.